ഹലോ ഗൈസ്, നമസ്കാരം. അബ്സ്കോണ്ടഡ് മല്ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താ പറയാ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു വലിയൊരു യാത്ര പോകാൻ വന്ന എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഓൾ ഇന്ത്യ ഡ്രൈവ് ചെയ്യണമെന്നില്ലേ. അപ്പോൾ ഓൾ ഇന്ത്യ പറ്റിയില്ലെങ്കിലും നമുക്ക് ഒരു ഒരു പാതി ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ഗുജറാത്ത് വരെ വണ്ടി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചാടിക്കേറി എസും പറഞ്ഞു. ഇപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന യാത്ര. അപ്പോൾ ഒരു 4 ദിവസത്തെ യാത്ര ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് യാത്രയുടെ വിശേഷങ്ങൾ കാണാം. നമ്മളെ ഓൾ ഇന്ത്യ ട്രിപ്പ് ഉണ്ടാവും നോക്കണമല്ല, നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ നോക്കണല്ലേ. ഇത് യാത്ര ചെയ്തുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റുമെന്നില്ലേ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബാക്കിയെല്ലാം സ്ക്രീനിൽ കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ചാനൽ തുടങ്ങിയത് മുതൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഓൾ ഇന്ത്യ യാത്ര, ഓൾ ഇന്ത്യ റൈഡ് പോകണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. പക്ഷെ ഇതുവരെ എനിക്ക് ആ ഒരു സംഗതി ഓൾ ഇന്ത്യ എന്ന് പറയുന്ന സംഭവം നടത്താൻ പറ്റിയില്ല. കാരണം അറിയാലോ, കുറച്ച് സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയി. കുറച്ച് എന്താ പറയുക, അനുഭവിക്കേണ്ടതിൻ്റെ മാക്സിമം അനുഭവിച്ച് ഇനി ഒന്നും മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. മൂവ് ഓൺ ആണ് എന്ത് കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പം നമ്മൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്തിലേക്കാണ്. ഓൾ ഇന്ത്യ പോകാനുള്ളൊരു ചാൻസ് വന്നിട്ടില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതൊരു ഓൾ ഇന്ത്യ പോലെ നമുക്ക് ഇത് പരിപാടി ഗംഭീരമാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് കുമ്പളൊക്കെ കഴിഞ്ഞ് മംഗലാപുരം എത്താനായി. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 150 കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് എടുക്കാമെന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇനി നിർത്താൻ ഉദ്ദേശിക്കുന്നത് മറ്റേ ഇടയാണ്, നമ്മളെ ഉടുപ്പിയിലാണ്. ഉടുപ്പിയിലുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നല്ല മസാല ദോശ ഇതെല്ലാം അടിച്ച് ഒന്ന് സെറ്റായിട്ട് ആദ്യം അടുത്ത് യാത്ര സ്റ്റാർട്ട് ചെയ്യും. യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ഫസ്റ്റ് ഒരു സ്റ്റോപ്പ് വരുന്നത് റെസ്റ്റ് എടുക്കുന്നത് ഗോവയിൽ റെസ്റ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് പരമാവധി മാക്സിമം ചവിട്ടിയിട്ട് ഗോവ പിടിച്ചതിന് ഏകദേശം നമ്മളൊരു 1/3 ഭാഗം കവറാവും. പിന്നെ ഗോവയിൽ നിന്ന് ഗോവ ഒരു ഉച്ച വരെ ഗോവ സ്പെൻഡ് ചെയ്ത് കാണാൻ പറ്റുന്ന എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്ന് കാണുകയെല്ലാം ചെയ്തിട്ട് ഗോവയിൽ നേരെ അങ്ങ് വിടാം. അങ്ങനെയാണ് മൈൻഡ്. നൈറ്റ് ഗോവ ഒന്ന് അത്യാവശ്യം ഇതാക്കാം, അത്യാവശ്യം ഒന്ന് ഗോവ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ റോഡ് നല്ല റോഡാണ്. വണ്ടി കുറച്ച് പഴയ വണ്ടിയാണ്, 2008 മോഡൽ വണ്ടിയാണ്. സെന്നാണ്, മാരുതിയാണ് അവർ ധൈര്യത്തിലെടുത്തിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ വണ്ടി പെർഫെക്റ്റ് വെച്ചാൽ നല്ല പിൻ കണ്ടീഷനിലെ വണ്ടിയാണ്. കാരണം ഇതുവരെ ഡ്രൈവ് ചെയ്തിടത്തോളം ഓക്കെയാണ് വണ്ടി. അപ്പോൾ ഇനി നമുക്ക് ഗോവയിൽ നിന്നുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ അടുത്ത ഉടുപ്പിയിൽ നിർത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഇവിടെ എത്തി, ഉടുപ്പിയിലെത്തി. ഹോട്ടൽ മന്ത്ര. ഓക്കെ, വണ്ടി നിർത്തി. എണ്ണ അടിക്കാണ്ട് ഗോവയിൽ നിന്ന് അടിക്കാന്നില്ല ഇതിൻ്റെ തള്ളിൽ. ഓക്കെ, ഇനി അത് വണ്ടി 2 മിനിറ്റ് വെച്ചിട്ട് ഓഫാക്കാം. ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മളെ പാർട്ട്ണർ റിയാസ് ഫ്രം ബഹ്റൈൻ. പാവം ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. ഒന്ന് ഹോണ്ട സിറ്റിയിലേ പോലും. അപ്പോൾ സ്റ്റാർട്ടർ വടയും സാമ്പാറും. അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ. ഇനി മസാല ദോശ വന്നിട്ട് കാണിച്ചു തരാം. ഉടുപ്പിയിലുള്ള എന്താ പറയുക, തനി ഉടുപ്പി ഫുഡ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ കർണാടക ഓൾമോസ്റ്റ് കഴിയാനായി. കാർവാർ റോഡിലുള്ള ഇതാണ് ഇന്ന് പോകുന്ന വണ്ടി. വളരെ നീറ്റായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതെടുത്തിട്ടാണ് പോകുന്നത്. വാവ്. ഓക്കെ, റോഡിലുള്ള ഇനിയുള്ളത് കരിമ്പ് ജ്യൂസ് കുടിക്കലാണ്. ഓക്കെ, ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കർണാടക കഴിഞ്ഞു. ഇനി ഗോവ ബോർഡറിലേക്കുള്ള യാത്രയാണ്. ഗോവ ബോർഡറിൽ എന്തായാലും വണ്ടി മൊത്തം ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ പെട്രോളും അടിക്കണം. പെട്രോൾ ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. അപ്പോൾ 400 കിലോമീറ്ററിന് മേലെ നമ്മളിപ്പം ഡ്രൈവ് ചെയ്ത്. ഇവിടെ ഒരു ബുദ്ധിമുട്ടെന്ന് തോന്നിയിട്ടുള്ളത് ഗോമാതാവിനെ കൊണ്ടുള്ള ശല്യം തന്നെയാണ്. ഗോമാതാവ് റോട്ടിനെ നടുക്കേറിക്കുന്നുണ്ട്. മനുഷ്യനെക്കാട്ടിയും ഗോമാതാവാണ് കേട്ടോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, വേറെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ റോഡെല്ലാം പൊളി റോഡാണ്. കുറച്ചങ്ങിങ്ങെല്ലാം ചെറിയ പ്രശ്നമുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. കണ്ട വ്യൂ ഒരു രക്ഷയില്ല. വ്യൂ ഒരു രക്ഷയില്ല. നല്ല കാണണം, യാത്രകൾ ചെയ്യണം, കാണണം. അപ്പോൾ ഞങ്ങൾ
മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുരം കയറി പോക്കാന്ന്. ഇപ്പോൾ ഇതിലെ തുരങ്കപാതയാക്കിയിട്ടുണ്ട്. ഒരേറ്റ തുരങ്കം കയറിയിട്ട് അങ്ങ് പോക്കാം. ഇനി നമ്മളിതാ ഗോവയുടെ മണ്ണിലേക്ക്, ദ പാർട്ടി ക്യാപിറ്റലിൻ്റെ മണ്ണിലേക്ക് എത്താൻ പോന്ന. കണ്ടോ, ഒന്ന് ചുരം നമ്പർ 1. പേടിയാന്നല്ലേ? വളരെ പേടിപ്പെടുത്തുന്ന ഒരു ചുരമാണിത്. ചുരമല്ല, സോറി, തുരങ്കം. ഇനി ഒന്നും കൂടി, ഒരു തുരങ്കം കൂടി ഉണ്ട് കേട്ടോ. നൈസ് തുരങ്കം. അടുത്തത് ഇതേപോലുള്ളൊരു തുരങ്കപാതയാണ് ഇനി നമ്മളുടെ വയനാട് വരാൻ പോകുന്നത്. അതായത് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക്, സുൽത്താൻ ബത്തേരിയിലേക്കായിട്ടാന്ന് തോന്നുന്നു വരുന്നത്. വന്നതിനാൽ നമ്മൾ താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിലെ ബ്ലോക്ക് ഒരുപാട് നമ്മൾ രക്ഷപ്പെടും. അയ്യോ, കണ്ടുപോയി. ഓക്കെ, അപ്പം നമ്മൾ തുരങ്കം കഴിഞ്ഞ് കുറച്ച് ഇല്ല വരുന്നവർക്കെല്ലാം അറിയുന്നതാണ്. എന്നാലും ഒന്ന് നമ്മാതിരി കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ ഇത് കാര്യത്തിനായാലും. അപ്പോൾ ഗോവ, കാർവാർ എല്ലാം സ്ട്രെയിറ്റ്. നിങ്ങളെല്ലാവരും വീഡിയോയിൽ കണ്ട ഗോവയല്ലേ ഇത്? ഇത് ഗോവയുടെ വേറൊരു മുഖം. കാടുകളാൽ നിറഞ്ഞ, എപ്പോഴും മറ്റെന്താ പറയുക, ഇതെല്ലാം നിറഞ്ഞ് എന്താ പറയുക, നമ്മളെ മറ്റേ സാധനമില്ല, എന്നാണ് അതിൻ്റെ പേര്, ബീച്ച് ഇതെല്ലാം. പക്ഷെ ഇത് ഗോവേൻ്റെ വേറൊരു മുഖം. ഇതും കാണണം. ഇത് കാണിക്കാൻ ഞാനേ ഉണ്ടാവില്ലോ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുംബൈ, പനാജി എല്ലാം നേരെയാണ്. ഗോവ എത്തോ നല്ലാവോ, അതിലിപ്പോൾ എത്തിയാ ഗോവ, ഇല്ലെങ്കിൽ മുംബൈ. ഈ ഷോർട്ട് കട്ട് അല്ലേ, ഇതാണ് ഒറിജിനൽ വഴി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബാർ റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. ബാറില്ലാത്ത റെസ്റ്റോറൻറ്റ് അങ്ങ് ഇല്ലെന്നാണ്. പാട്ടിണി കിടക്കേണ്ടി വരും മിക്കവാറും. ഓക്കെ, കണ്ടോ, ഒരു ചെറിയൊരു ചുരം. ഇത് വയനാടാണ്, സ്ഥലം മാറിയതാണ്. ഇതെല്ലാം കൂടി ലൂപ്പായ തിരിച്ച് വയനാടേക്ക് എത്തിയേ. അവിടെ വയനാടാ. കണ്ട, അയ്യോ എന്ത് രസം മോനെ, ഇതെല്ലാം മോനെ. കണ്ട, കരനെൽ കൃഷിന്റെ ഇത് കണ്ട പാടം. ഗോതമ്പാന്നോ എന്താന്ന് അറിയില്ല, കരനെൽ കൃഷി ചെയ്യും. പിന്നെ നമ്മള് അകണ്ട, കോള, പേമൾ, എവിടെയെങ്കിലും പോ. ഓക്കെ, ഡീസൽ ഫുൾ ടാങ്ക് അടിച്ച്. ഇത് കേന്ദ്രഭരണ പ്രദേശം ആയതുകൊണ്ട് നമുക്കിവിടെ 96 റുപ്യയുള്ളൂ ഡീസലിന്, സോറി പെട്രോളിന്. അപ്പോൾ ഫുൾ ടാങ്ക് ആയി. ഇനി കിലോമീറ്റർ നമുക്കൊന്ന് മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, നല്ല പറഞ്ഞ പോലെ. ഇതാണ് ഇന്നത്തെ ഫുഡ്, ബിരിയാണി. കിട്ടിലും ബിരിയാണി നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സെറ്റല്ല ബിരിയാണി. ഇത് കുള്ളം കോയാന്നോ, കാല് ചേർത്ത്. നമ്മൾ പരിശുദ്ധമായ ഗോവയുടെ മണ്ണിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവ മീൻസ് ഗോവ ടൗൺ, സിറ്റി, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോൾ ഒരു പാലം കടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ പാലത്തിൻ്റെ പേര് എനിക്കറിയില്ല, എങ്കിലും അടുത്ത ഒരു പാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ എന്തായാലും റെഫറൻസ് എടുത്തിട്ട് പറഞ്ഞോളൂ ഇത് ഏതാ പാലം എന്നില്ല. ഓക്കെ, വാ, നൈസ് മക, നൈസ്. വീഡിയോയില് അതില്ലാതെ പണിയൊക്കെ കഴിഞ്ഞാടാ. ഓഫ്, ഇന്ന് യൂറോപ്പാ. ഇത് മൊത്തം മാറില്ലടോ. സ്വിറ്റ്സർലൻഡിലാണ്. ഇത് വേറല്ലേ ലോകമല്ലോ. ഇതും നമ്മുടെ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. സൗത്തിൽ പെടാൻ പറ്റില്ലല്ലോ. നമ്മള് നോർത്തിലേക്ക് പോകുമ്പോ സങ്കടം കഷ്ടപ്പാട് അനുഭവിക്കേണ്ട വരമാണ്. ഇന്നും 1100 കിലോമീറ്റർ ഇന്നും ബാക്കിയുണ്ടാവും. റോഡ് പൊളി എല്ലാം പൊളി. ഇപ്പൊ വന്ന റോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം പാസ് ചെയ്ത റോഡ്
നമ്മളെ കാസർഗോഡ് കഴിഞ്ഞിട്ട് നല്ലൊരു റോഡ് ഇട്ട് കയറണം അല്ലേ? കേരളം കഴിഞ്ഞിട്ട് നല്ലൊരു റോഡ് ഇട്ട് കയറണം. ആരാണ് പൊങ്കാലിടാൻ പേരൊന്നും വേണ്ട. നമ്മളെ NH66 അല്ല എന്നെ അങ്ങോട്ട് ഫുള്ള് ഇങ്ങനത്തെ റോഡ് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം. നമ്മൾ മനോഹരമായ ചാപ്പലിലാണ് എത്തിയിട്ടില്ലേ? ചാപ്പൽ സെൻറ്റ് കാതറിൻ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊളോണിയൽ കാലത്തിൻ്റെ ശേഷിപ്പുകൾ ഒരുപാടുള്ള സ്ഥലമാണ് ഗോവ. അതായത് മുമ്പ് ഫ്രഞ്ചിൻ്റെ കോളനി ആയിരുന്നു ഗോവ. ഫ്രഞ്ച് ഭരണത്തിൻ്റെ അടിയിലായിരുന്നു പോർച്ചുഗീസ് ഭരണത്തിൻ്റെ അടിയിലായിരുന്നു സ്വാതന്ത്ര്യ സമര സമയത്ത് വരെ ഗോവ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ മാഹിയും പോണ്ടിച്ചേരിയും എല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് നമുക്ക് ഇവിടുന്ന് മൊത്തം കാണാനുള്ളത്. ഒരു വലിയൊരു എന്താ പറയുക, ആ ഒരു സമയത്തെ നടക്കാൻ വരെ കഴിയുന്നില്ല, ഒരുപാട് നടന്നു പോയി, അതുകൊണ്ടാണ്. ഇതാണ് ചർച്ച്. ഗോവയിൽ ഷർട്ട് എടുക്കാനുണ്ട്. അതൊരു പിക്ക് അടിക്കാൻ ചോദിച്ചാലോ? ആരും കിട്ടും. അടിപൊളി. ആരും മൈദൂരി കത്തിക്കട്ടെ. ഹായ് മകാമ, how are you? I want to ask you something like, can I have a picture? No, Gunpowder factory. ഇത് മൈൽ സ്റ്റോൺ ഓഫ് ഗൺ പൗഡർ ഫാക്ടറി. താഴെ മൈൽ സ്റ്റോൺ ഗൺ പൗഡർ ഫാക്ടറി. ഇനി ഇടയ്ക്ക് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചോണ്ട് പോകും. ഇത് ഏതോ ഒരു രാജാവിൻ്റെ എന്തോ ഒരു കല്ലാണ്. കോട്ട് ഓഫ് ആംസ്, പോർച്ചുഗീസ് പീരീഡിൽ കോട്ട് ഓഫ് ആംസ്. അതായത് ശിലാഫലകങ്ങളാണ്. ആ ഒരു ടൈമിലുള്ള. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതെല്ലാം പോർച്ചുഗീസ് ഭാഷയിൽ എഴുതിയ. മേ ബി നമ്മളെ അണ്ണൻ്റെ ടീമാ. കണ്ടോ, പോർച്ചുഗീസ് ആയിട്ട് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. തം സ്റ്റോൺ ഇതെല്ലാം ശിലാഫലകങ്ങളാണ്. ഇത് പോർച്ചുഗീസിലായതുകൊണ്ട് നമുക്ക് ഭാഷ മനസ്സിലാകുന്നില്ല. അങ്ങനത്തോളം ഇത് ഫുള്ള് ഈ ഒരു എന്താ പറയുക, ഇവരെ എംപയറിൻ്റെ കാര്യങ്ങൾ ഓരോരോ സ്ഥലത്ത് വെച്ച ശിലാഫലകങ്ങൾ പൊരിച്ചെടുത്ത് ഇവിടെ കൊണ്ടിട്ടായിരിക്കും. മേ ബി അങ്ങനെ ആയിരിക്കാം. പിന്നെ അവിടെ ഒരു അടിപൊളി കുളമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പള്ളിയും കൂടി ഉണ്ട്. ഇതെല്ലാം പോർച്ചുഗീസ് ഭരണത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. ഓരോ ചരിത്ര സ്മാരകങ്ങളും നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് അത് നമ്മുടെ എന്താ പറയുക, നമ്മളെല്ലാവരും ഈ കാണുന്ന കല്ലുകൾക്കെല്ലാം ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഒരുപാട്. കാരണം ചരിത്ര സ്ഥലങ്ങൾ നമ്മൾ കാണണം. നമ്മളെ പൂർവികരെങ്ങനെ ജീവിച്ചതെന്നെല്ലാം അറിയണം. അത് ഏത് ഏരിയയിലല്ലോ. കാരണം ഇതൊന്നും മരണങ്ങളില്ലാത്ത സാധനങ്ങളാണ്. കാണണം. ഒരു വല്ലാത്തൊരു ക്ലൈമറ്റാണ് കേട്ടോ. പൊതുവേ നമ്മൾ ചർച്ചുകളിൽ പോകുന്ന സമയത്ത് ഭയങ്കര ഒരു കാംനെസ്സും അതുപോലെ തന്നെ ഇത്രയും ഫ്രീ ആയിട്ടുണ്ടാ ആ സെയിം ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതൊക്കെ എന്താ സാധനങ്ങൾ?
ഇതെല്ലാം ഈ ചർച്ചിലുണ്ടായിരുന്ന സാധനങ്ങളാണ്. പൊളിച്ച സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങൾ. മേ ബി ശിലായുഗ കാലത്തോ അല്ലെങ്കിൽ പോർച്ചുഗീസിൻ്റെ സമയത്തോ ഉണ്ടായിരുന്ന എന്നാൽ സംഭവം ഒന്നും സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് നിങ്ങളെയും കാണിച്ചത് ഇത്ര എനിക്ക് പറയാൻ പറ്റും. ഇതിനെക്കുറിച്ച് ഞാൻ ജെമിനിനോട് ചോദിച്ചിട്ടേ എന്നാൽ സംഭവം ഞാൻ മനസ്സിലാക്കി തരാം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇവിടെ ഒരു വലിയ മരമുണ്ട്. പിന്നെ അങ്ങോട്ടേക്കുള്ള വ്യൂ ഭയങ്കര എന്നാൽ സംഭവം ഒന്നും അറിയില്ല, പക്ഷെ നോക്കുന്നുണ്ട് പൊട്ടൻ ഡിസൈനല്ല ഈ മറ്റേ ആ പറ അതന്നെ ഫ്ലോറൽ ഡിസൈൻ. അതായത് മുമ്പുണ്ടായ പള്ളി പൊളിച്ച സമയത്ത് ഉണ്ടായിരുന്ന സാധനങ്ങൾ. എടാ അതന്നെടാ പള്ളീന്റെ പൊളിച്ചതിന്റെ ബാക്കി പത്രങ്ങളാണ്. അതായത് പൊട്ടിച്ചെടുത്ത പില്ലർ ബേസ് ഇതുണ്ടായിരുന്ന പള്ളിയുടെ മേ ബി അങ്ങനെ ആയിരിക്കാം. വിൻഡോ ഫ്രെയിം ചെയ്ത് ഓക്കെ ഇതൊക്കെ മനസ്സിലായി. നമുക്ക് ബാക്കി ജെമിനിനോട് ചോദിക്കാം. അപ്പോൾ വീണ്ടും ഗോവയുടെ രാത്രി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ഗോവയോട് വിട പറയില്ല, നാളെ ഗോവയോട് വിട പറയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇനി ഒരു ചെറിയൊരു ബീച്ച്. ഗോവയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. പക്ഷേ എല്ലാം കാണാനുള്ള ഒരു സമയം നമുക്കിന്നില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ ക്ഷമിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പരീക്ഷണമാണ്, എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. ഈ ശുംഭ ഏതാ പാലം മോനെ, ഏതാ പാലം? രസമാണ്. അപ്പുറം നോക്കിയ ക്രൂസിപ്പുകളതാ. അതൊക്കെ കാസിനോകളാണ്. ഇന്ത്യയിൽ ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റേ ചൂതാട്ടം നടക്കുന്നത് ഗോവയിൽ മാത്രമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എന്തുതന്നെയായാലും നല്ല റൂട്ടുകളാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ബീച്ചിലെത്തിയിട്ട് ബീച്ചിലെ കാഴ്ചകൾ കാണാം. ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ ശരി. ഗുഡ് മോർണിംഗ് ഗോവ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരാണ്. ഇനി ഗോവയിൽ നിന്ന് ബറോഡയാണ് നമ്മളെ ലക്ഷ്യം. ബറോഡ എത്തുന്നതായിട്ടുള്ള കാഴ്ചകൾ കാണാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, ഗുഡ് ബൈ.